ചില ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഊരും പേരുമില്ല. ആളുണ്ടോ എന്നുപോലും അറിയാത്ത ജാറങ്ങൾ. ഒരു മനുഷ്യന് 7 ജാറം, ഒരു ഔലിയക്ക് 2 ജാറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് നൽകിയ വസിയത്ത്, വലാ തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, ആഘോഷ കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസനാക്കല്ലേ. എന്താണ് വസൻ? വിഗ്രഹം. നാട്ടി നിർത്തിയാൽ മാത്രമല്ല വിഗ്രഹം, മാലയിട്ടാൽ മാത്രമല്ല വിഗ്രഹം, തൊട്ടരികിൽ തിരികത്തിച്ചാൽ മാത്രമല്ല വിഗ്രഹം. ഖബർ കെട്ടിയുയർത്തിയാൽ, ആ ഖബറിന്റെ മുന്നിൽ വന്ന് കൈകൾ നീട്ടിയാൽ, തവാഫ് നടത്തിയാൽ, പൂക്കളർപ്പിച്ചാൽ, അതിന്റെ മുകളിൽ പച്ച തുണി വിരിച്ചാൽ അത് വസനാണ്, അത് വിഗ്രഹമാണ്. എന്റെ ഖബറിനെ വിഗ്രഹമാക്കല്ലേ. ഇന്ന് മുസ്ലിം സമുദായം പള്ളികളിൽ ഖബറുകൾ കെട്ടിയുയർത്തുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ ചെന്ന് സഹായം തേടുന്നു. കേരളത്തിലെ ചില ജാറങ്ങൾ, പള്ളിയോട് ചേർന്നുള്ള ചില ജാറങ്ങളിൽ ചില സ്ഥലത്ത് കയ്യു മാത്രമേ ഉള്ളൂ, ആളില്ല.